എൻ്റെ പേര് ജാൻസി കെ ജെ. ഞങ്ങൾ വയനാട് കോറോം സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ഇടവകങ്ങളാണ്. അമ്മ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന ഒത്തിരിയേറെ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങൾ ഈ അവസരം ഈ അൾത്താരയിൽ ഞങ്ങൾ നിൽക്കുന്നത്. ഒരു 4 വർഷം മുമ്പ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഞങ്ങൾ ഉടമ്പടിയൊന്നും എടുത്തില്ല. കാരണം ഉടമ്പടി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടെല്ലാം പാലിക്കണം എന്നുള്ളതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കാണ്ട് ഞാൻ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. പക്ഷേ നമ്മുടെ ജീവിതാനുഭവങ്ങളാണല്ലോ പിന്നീട് നമുക്കൊരു വിശ്വാസത്തിലേക്ക് നയിക്കുക എന്ന് നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ. പിന്നെ ഞാനൊരു ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് B1 ഒരു മൊഡ്യൂൾ ഫെയിലായി. അപ്പോൾ ഞാൻ തിരുവല്ല വെച്ച് എക്സാം എഴുതാൻ പോകുന്ന വഴി എല്ലാവരും എന്നെ നെഗറ്റീവ് കമൻറ്റൊക്കെ പറഞ്ഞു, എന്തിന് നീ ഉടമ്പടി എടുക്കണം, പിന്നെ ഉടമ്പടി എന്നൊരു സംഭവം നമ്മുടെ സഭയിൽ ഇല്ല, പിന്നെ ഇത് അമ്മ മാതാവ് എവിടെയാണെങ്കിലും ഉണ്ടാകും, പിന്നെ വയനാട്ടിൽ നിന്ന് നിങ്ങൾ എന്തിന് ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ആലപ്പുഴയിൽ പോയി മാതാവിൻ്റെ അടുത്ത് പോയി കാണണം എന്നൊക്കെ. പക്ഷേ അതിനെയെല്ലാം ഞാൻ മറന്ന് ഞാൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. എനിക്ക് അന്ന് അച്ഛനെ കാണാനുള്ള അവസരമുണ്ടായി. അച്ഛൻ ഒത്തിരിയേറെ നന്നായി പ്രാർത്ഥിച്ചു, എനിക്ക് കാശ് തന്നു, എൻ്റെ പേനയെല്ലാം വെഞ്ചരിച്ച് തന്നു. അങ്ങനെ ഞാൻ എക്സാം എഴുതി. 73 പേര് എഴുതിയതിൽ 13 പേര് പാസ്സായുള്ളൂ. അതിനകത്ത് ഒരു വ്യക്തിയായിട്ട് ദൈവമാതാവ് എന്നെ ഉയർത്തി എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അതുപോലെ തന്നെ ഞാൻ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി ഞാൻ മാർച്ച് 19 ആദ്യത്തെ ഉടമ്പടി എടുത്തത്. അത് ഞാൻ ജൂലൈ 12 ഞാൻ ഉടമ്പടി പുതുക്കി. അപ്പോൾ ഈ ഇതിലെല്ലാം ഞാൻ നിയോഗങ്ങളെല്ലാം വെച്ച് എൻ്റെ ഏകദേശ കാര്യങ്ങളെല്ലാം മാതാവ് സാധിച്ചു തന്നു. അതെല്ലാം വിവരിക്കാൻ എനിക്കൊരു സമയം ഇവിടെ തികയില്ല എന്ന് മാത്രമല്ല, എനിക്ക് അവരെല്ലാം ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ ഞാൻ അതിൻ്റെ ഒരു സാക്ഷിയായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ എൻ്റെ നിയോഗങ്ങളിൽ ഞാൻ എഴുതി വെച്ച ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും എനിക്ക് മാതാവ് തന്നു എന്നുള്ളതാണ്. അടുത്ത എൻ്റെ സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് ഞാൻ എൻ്റെ നിയോഗം വെച്ചിരുന്നു. അതിന് കൃത്യമായിട്ട് അത് ഞങ്ങളുടെ ഒരു വലിയൊരു ആവശ്യമായിരുന്നു. അതിന് കൃത്യമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ ദൈവമാതാവ് ഞങ്ങൾക്ക് ആ സാഹചര്യങ്ങളെ അവിടെ അനുഭവം ആക്കി തന്നിരിക്കുകയാണ്. പിന്നെ എൻ്റെ അടുത്ത സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ആർമിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ ക്രൈസിസിന് നേരിടേണ്ടി വരുന്നു. രാവും പകലും ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യണം. വളരെ ആത്മാർത്ഥതയോടും ഒരു തെറ്റുമില്ലാണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ചെയ്തത്. അങ്ങനെ മാർച്ച് എൻഡിങ്ങിൽ പിന്നെ ക്ലോസിംഗ് ഡേറ്റ് വന്നു. എല്ലാ കണക്കുകളൊക്കെ പൂർത്തീകരിക്കേണ്ട അവസരം വന്നപ്പം ഞാൻ അന്ന് ഇവിടെ ആദ്യമായിട്ട് വരികയാണ് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് എന്നോട് വിളിച്ചിട്ട് 2 ദിവസമായിട്ടൊന്നും വർത്തമാനം പറയുന്നില്ല. കാരണം അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂട്ടി ഇതൊക്കെയാണ്, ഓക്കെ നമ്മൾ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു എന്ത് പറ്റി സൈലൻ്റ് ആയിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു ഇത്രയും വലിയൊരു ഓർഡറൊക്കെ പ്ലേസ് ചെയ്തു, എനിക്കത് പറ്റുന്നില്ല, ഒരു ദിവസം എൻ്റെ മുന്നിൽ ബാക്കിയുള്ളൂ. ഞാൻ ഇത്രയും നാളും ആത്മാർത്ഥമായിട്ട് ഞാൻ കഷ്ടപ്പെട്ട പണികളൊക്കെ വെറുതെ നാളെ ഒരു പ്രഭാതമാകുമ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുന്നൊരു ദിവസമാണ് വരാൻ പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, ഞാൻ കൃപാസനത്തിലേക്കാണ് പോകുന്നത്. സമയഘടികാരം നെഞ്ചിലേറ്റിയ മാതാവ് അതിനെല്ലാം ഉത്തരം തരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു, ഉടമ്പടിയൊക്കെ എടുത്തു. ഞാൻ പുറത്തിറങ്ങി ഞാൻ വിളിക്കുമ്പോൾ ഇന്നലെ വിളിച്ച ഒരാളെ അല്ല എന്നോട് ഫോണിൽ വർത്തമാനം പറഞ്ഞു, വളരെ ഹാപ്പി ആയിട്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി, കഴിഞ്ഞു എല്ലാ പ്രശ്നങ്ങളൊക്കെ എന്ത്? പ്രശ്നങ്ങളെല്ലാം സോൾവായി, അവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ല. എങ്ങനെ സോൾവായി അറിയില്ല, അതെല്ലാം കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് മാതാവ് അവിടെ അനുഭവം തന്നു എന്നുള്ളതാണ് സത്യം. രണ്ടാമത് റിട്ടയർമെൻറ്റ് പെൻഷനായിട്ട് അപേക്ഷ കൊടുക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുത്തപ്പം യാതൊരു തരത്തിലും ഒരു 30 പേരിൽ കൂടുതൽ അപേക്ഷ വരുമ്പോൾ ഒരു വർഷത്തിലാകെ 6 പേര് മാത്രമേ അവിടെ സെലക്ട് ചെയ്യുള്ളൂ. അത് പ്രിയോറിറ്റി വൈസിൽ നമുക്കൊന്നും ഒരു തരത്തിലും മുൻഗണന കിട്ടില്ല എന്നിരിക്കെ വളരെയധികം വിഷമമായിരുന്നു. കാരണം ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു പോകാനുള്ള പ്രോസസ്സിങ്ങിലാണ്, മക്കൾ മാറി നിൽക്കണം. അപ്പം ഇപ്പോൾ ഈ അപേക്ഷ കൊടുത്ത് സ്വീകരിച്ചില്ലെങ്കിൽ ഇനി 2 വർഷം ലേറ്റായിട്ടായിരിക്കും അപേക്ഷ സ്വീകരിച്ച് പ്രോസസ്സിങ് ഡോക്യുമെൻറ്റേഷൻ കഴിഞ്ഞ് ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഒത്തിരിയേറെ ലേറ്റ് ആവും. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ ഇല്ല, കൂടെ നിർത്തണം, ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നേ. അങ്ങനെ എന്നെക്കാളും കൂടുതൽ എന്നെ ഈ ഉടമ്പടിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ട്, ചേട്ടായുടെ മമ്മി, എൻ്റെ അമ്മായിമ്മ. ആ മമ്മി അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു വിളിച്ചു പറ, സാക്ഷ്യം ഇവിടെ വന്നിട്ട് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ചേട്ടാ എന്തായാലും കുഴപ്പമില്ല, ഒരു തരത്തിലും വിളിക്കണം, അപേക്ഷ കൊടുത്തോളൂ, എല്ലാം മാതാവ് നോക്കിക്കോളുന്നു, ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് വളരെയധികം ക്രൈസിസ് വളരെയധികം ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 10 പേരെ സെലക്റ്റായി. അതിൽ നിന്നും 6 പേര് മാത്രം എന്നുള്ളത് ഈ വർഷം മുതൽ അത് 8 പേരെ ഉയർത്തി അതിലൊരു അംഗമാകാൻ എൻ്റെ ചേട്ടായിക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ആണ്. അതുപോലെ തന്നെ ഈ ഉടമ്പടിക്ക് ശേഷം നമ്മൾ വിചാരിക്കും ഉടമ്പടി വെറുതെയാണ്, ഞാനും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു, വലിയൊരു കാര്യമൊന്നും ഇല്ലെന്നൊക്കെ വിചാരിച്ചതെന്ന്. അങ്ങനെയല്ല, ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലും നമ്മൾ ഏറ്റവും കൂടുതൽ സഹിക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ധൈര്യം തരുന്ന ഒന്നാണ്. കാരണം എന്താണ്, നമ്മുടെ ഒരു കൂടെ കാശ്രൂപമുണ്ട്. അപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളെന്താ വിചാരിക്കണതോ ഞാൻ തളർന്നു പോകും, ഒരിക്കലുമില്ല. അപ്പം നമ്മളിപ്പോൾ ഉടമ്പടി എടുത്ത ഒരു വ്യക്തിക്ക് നന്നായിട്ടറിയാം ഒരിക്കലും നമുക്കൊരു തളർച്ച സംഭവിക്കില്ല. നമുക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ ആ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ട് അവിടെ. അപ്പോൾ എന്തുകൊണ്ട് അതുപോലെ തന്നെ
കുറേ അനുഭവങ്ങളുണ്ട്. എനിക്കത് മുഴുവൻ എനിക്കിവിടെ എൻ്റെ കുടുംബാംഗങ്ങൾക്ക് രോഗങ്ങളുണ്ടായി, അതുപോലെ എൻ്റെ മമ്മിക്ക് ഓപ്പറേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ കാശിപ്പം ഞാൻ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു, മാതാവേ നീ എൻ്റെ കൂടെയുണ്ട്, അപ്പം ഇതിലൊന്നും കൈവിടരുത്. അതെല്ലാം വളരെയധികം സക്സസ് ആയി. ഡോക്ടർമാർ വരെ പറഞ്ഞു ഞങ്ങളോട് ഇതെന്തൊരു അത്ഭുതമാണ് സംഭവിക്കുന്നത്. അത്രയേറെ അനുഭവങ്ങളാണ് നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നത്. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു ദിവസം എൻ്റെ പട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി പോയപ്പം പട്ടി ഇങ്ങനെ ഭയങ്കരമായിട്ട് വിറയ്ക്കുമായിരുന്നിരുന്നിട്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തു എന്ത് പറ്റി, പനിയാണോ എന്ന് അറിയത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചോറെടുത്ത് മാറ്റി, ഞാൻ കൊടുത്തില്ല. ഞാൻ വിചാരിച്ചു ചോറ് കുറച്ചും കൂടെ, മഴയല്ലേ, നല്ല മഴ, വയനാട് അതിൻ്റെ കുറച്ചും കൂടെ നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ചോറ് ചൂടാക്കി കൊടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ അവിടുന്ന്, അതുപോലെ എൻ്റെ മനസ്സിലേക്ക് അങ്ങ് വരികയാണ്. ഞാൻ അവിടുന്ന് മാറി 2 സ്റ്റെപ്പ് മാറുമ്പോഴേക്കും ഞാനിതൊന്നും ശ്രദ്ധിച്ചില്ല, അതിൻ്റെ മേളിൽ വലിയൊരു ചക്ക ഉണ്ടായിരുന്നു. ആ ചക്ക വന്ന് ഞാൻ ഇരുന്നിടത്ത് വന്ന് വീഴുകയാണ്. അല്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ ഇരുന്ന് ചോറ് കൊടുത്ത് അതിനോട് ഇച്ചിരി വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് വരുന്ന വ്യക്തി അതുപോലെ. അങ്ങനെ ഞാൻ പറയട്ടെ, ചെറുതായ ഇപ്പം 10 മിനിറ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അങ്ങനെ നിരവധിയായ ഓരോ ഘട്ടങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ മാതാവ് നമ്മളെ സമീപം. ഇപ്പോൾ അച്ഛൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നമ്മളെ സാന്നിധ്യം കൊണ്ടും നമ്മുടെ സന്ദേശങ്ങൾ കൊണ്ടും നമ്മളെ മാതാവ് ഒത്തിരിയേറെ അനുഗ്രഹിക്കും. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് എത്രത്തോളം എനിക്ക് പറഞ്ഞത് നിങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് അറിയത്തില്ല. അതുപോലെ തന്നെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ ഞാനിപ്പം ജർമ്മൻ ലാംഗ്വേജ് കഴിഞ്ഞുകൊണ്ട് ഒരു കുറച്ച് നാളത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പം നാട്ടിൽ ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, നാട്ടിൽ വർക്കും ചെയ്തിട്ടില്ല, സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടില്ല, പുറത്താണ് എല്ലാം വർക്ക് ചെയ്തത്. അപ്പോൾ എന്താ ഞാൻ വിചാരിച്ചു, ഒക്കെ വെറുതെ ഇരിക്കില്ല, ഒരു 3-4 മാസമാണെങ്കിൽ നമുക്കൊന്ന് പോയി അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പോൾ കുറേ ആൾക്കാർ ഇൻ്റർവ്യൂവിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് പാർട്ടി ബേസിൽ നടക്കുന്ന ഒന്നാണ്, അവിടെ ഓൾറെഡി വേക്കൻസി ഒക്കെ ഫിൽഡാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യനൊക്കെ നമുക്കറിയാം എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് ഉപേക്ഷിച്ച് വെച്ചു. പക്ഷേ കഴിഞ്ഞ ദിവസം എനിക്ക് അവിടെ നിന്ന് കോള് വരികയാണ്, റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിരിക്കുകയാണ്, എനിക്ക് വേക്കൻസി അവിടെ അലൗട്ടായിരിക്കുന്നു, വന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പം നമ്മളെ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ. അപ്പം എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല, കാരണം പോകേണ്ടതുണ്ട്. എന്നാൽ കൂടി എൻ്റെ ഒരു ആഗ്രഹത്തെ മാതാവ് അവിടെ കണ്ടു, എന്നെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നതാണ്, നമ്മൾ ഉടമ്പടി വെറും ഒരു എന്താ പറയുക, ഒരു കടമയായിട്ട് മാത്രം ഇതാക്കേണ്ട, കൃത്യമായിട്ട് മാതാവ് നമുക്ക് അനുഭവ വേദ്യമാവുന്ന ഒന്നാണ്. കാരണം ഈ ഉടമ്പടി ഇല്ലെങ്കിൽ ഞാൻ എന്തുവേണ്ടി ഇത്രയും വിശ്വാസങ്ങളിലൂടെ ഒന്നും ഞാൻ വളരില്ല. കാരണം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉടമ്പടി എന്നൊരാളുണ്ട്. അപ്പോൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ എനിക്കൊരു ധൈര്യം വരുന്നു. അതുപോലെ തന്നെ പ്രതിസന്ധി വരുമ്പോൾ ഞാൻ ഒരു അല്ലെങ്കിൽ തെറ്റെൻ്റെ മുന്നിലേക്ക്, ഇപ്പോൾ ഞാനൊരു കാര്യം തെറ്റായിട്ട് ഞാൻ ചിന്തിക്കാൻ പോലെ ചെയ്യാൻ പോവുകയാണെങ്കിൽ ഞാൻ ഉടമ്പടിയിലാണ് എന്നൊരു ബോധം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ വിശ്വാസം നമ്മളെ വളരാൻ നമ്മൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം നമുക്ക് ഒരുക്കണം. ആ വിശ്വാസത്തിൽ വളരുന്നതുകൂടി നമ്മുടെ ചുറ്റുപാടും നമ്മൾ ഒത്തിരിയേറെ മാതാവിൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കാൻ നമ്മളെ സഹായിക്കുമെന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വേറൊരു ഘടകം. പിന്നെ വേറെന്ന് പറഞ്ഞാൽ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ അതിനുശേഷം ഇപ്പം നമുക്കെപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ഈ ഉടമ്പടി എന്നൊരു ഇതുള്ളതുകൊണ്ട് നമ്മുടെ മുന്നിൽ എന്ത് കണ്ടാലും ഒരു കൈസഹായം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടൊരു സഹായം വേണോ, നമുക്കില്ല, എന്നാൽ കൂടി നമ്മൾ ഉള്ളതിൽ നിന്ന് കൊടുക്കാൻ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ ചെല്ലാനും നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് വേറൊരു സത്യം. അത് പിന്നെ എന്ന് പറഞ്ഞാൽ പ്രേക്ഷിത പ്രവർത്തനം ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ പത്രം ഞാൻ എങ്ങനെ കൊടുക്കും എന്നുള്ളൊരു വലിയ എൻ്റെ ഒരു ചോദ്യം. ഞാനിവിടുന്ന് ഇറങ്ങുമ്പോഴും എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ എവിടെ കൊണ്ടുപോയി കൊടുക്കും, ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും. പക്ഷേ ഇതൊക്കെ വെറുതെയാണ്. ഞാൻ അതുകൊണ്ട് ഇറങ്ങി ഹോസ്പിറ്റലിലേക്ക് ചെല്ലേണ്ട താമസം. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും, ഇതുകൊണ്ട് പോയിട്ട് ഇത്രയും പത്രം, ഇപ്പോൾ രണ്ടാമത്തെ ഉടമ്പടി എന്ന് പറയുമ്പോൾ ഇത്രയും പത്രങ്ങളുണ്ടല്ലോ, അപ്പോൾ ഈ ഇത്രയും പത്രം നീ എങ്ങനെ കൊടുത്തു തീർക്കുന്നത്? അപ്പോൾ ഞാൻ ചിന്തിക്കും, പക്ഷെ അങ്ങനെയല്ല. നമ്മളവിടെ ചെന്ന് നമ്മുടെ അനുഭവങ്ങളെ, നമ്മുടെ സാക്ഷ്യങ്ങളെ, നമ്മളിവിടുത്തെ മഹാ അത്ഭുതങ്ങളെ പറയുമ്പോഴേക്കും ഒന്നുമില്ല, അവർ 2 കൈയും നീട്ടിയാണ് സ്വീകരിക്കുന്നത്. അവിടെ നിന്ന് ഞാൻ കണ്ണുനീരോടെ ഇറങ്ങി വരുന്നത്, എന്താ എൻ്റെ കയ്യിൽ പത്രം തികയുന്നില്ലെന്നുള്ള സത്യം. അപ്പോൾ അത്രത്തോളം അത്ഭുതങ്ങളാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ഏറ്റവും നന്നായിട്ട് ഞങ്ങളുടെ മക്കൾക്കാണെങ്കിലും എൻ്റെ അലർജി, എൻ്റെ കാലിന് നിരന്തരമായിട്ട് ചൊറിച്ചിലുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ തൈലം പുരട്ടി ഞാൻ വെക്കും. അപ്പോൾ അതെല്ലാം കുറഞ്ഞു. എൻ്റെ മക്കൾക്ക് ഒരു അസുഖങ്ങൾ വരുമ്പോൾ ഞാൻ ഉപ്പ് കൊടുക്കാറുണ്ട്, അതെല്ലാം ക്ഷീണം മാറാറുണ്ട്. എൻ്റെ അയലോക്കത്തെ അവർക്കൊക്കെ കൊടുക്കുമ്പോൾ അവർ പറയുന്നത്, എന്നോട് വന്നിട്ട് പറയും, എൻ്റെ പശുവിന് തീരെ വയ്യായിരുന്നു, ഭയങ്കര ക്ഷീണമായിരുന്നു, നീ തന്ന ഉപ്പ് ഞാൻ ഇട്ട് കുറച്ച് കൊടുത്തു, എന്തൊരു മാറ്റമാണ്. അപ്പം ഇപ്പം ഞാൻ എന്നേക്കാളും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ അമ്മായിമ്മ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ പറയട്ടെ, ഒരു 5:30 എഴുന്നേക്കേണ്ട പ്രാർത്ഥനയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് മക്കളൊക്കെ ഉറങ്ങി രാവിലെ എഴുന്നേക്കാൻ കുറച്ച് വൈകും. അപ്പോൾ 5:30 എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എഴുതും. പക്ഷേ അതിക്ക് മുമ്പ് നമുക്ക് കണ്ണ് തുറക്കില്ല. പക്ഷേ മമ്മി കണ്ണ് തുറക്കുന്നപ്പോൾ ചിലപ്പോൾ ഞാൻ നോക്കുമ്പോൾ 4:30, 4:45 അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ പെട്ടെന്ന് ചെയ്യും. അപ്പം നമ്മൾ തെറ്റായിട്ട് പോലും ആദ്യം നമ്മളങ്ങനെ ചിന്തിക്കും. പക്ഷേ വീണ്ടും എന്താ ചിന്തിക്കുന്നത്, നമ്മൾ ഉടമ്പടിയിലാണ്, മാതാവിന് വേണ്ടി നമ്മുടെ അവകാശമാണ് പ്രാർത്ഥിക്കേണ്ടത്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നൊരു അമ്മായിമ്മ എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു സംരക്ഷണ വലയമാണ്. മാതാവ് അനുകൂലമായ സാഹചര്യങ്ങൾ തന്ന് മാതാവ് നമ്മൾ ഒത്തിരിയേറെ അനുഗ്രഹിക്കുന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് തിരുക്കുമാരന് 1000 കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി ഇവിടെ രേഖപ്പെടുത്തുന്നു.